കയറിയിരുന്നോ? പിന്നെ വരുന്നവർക്ക് ബുദ്ധിമുട്ട് വരണ്ട. മാക്സിമം കയറിയിരുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ചെറിയ ഇൻട്രഡക്ഷൻ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? പിന്നെ നമുക്ക് തുടങ്ങാം. ശ്രീഹരിം പരമാനന്തമുപദിഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം ചിദാനന്ദഗുരും. അപ്പം നമ്മൾ എൻ്റെ ചെറിയൊരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഇനി നമുക്ക് സൗന്ദര്യലഹരിയിലേക്ക് പ്രവേശിക്കാം. എന്നാൽ അതിനു മുമ്പ് സൗന്ദര്യലഹരി എന്തിനെക്കുറിച്ചാണ് പ്രധാനമായി അവതരിപ്പിക്കുന്നത്? ഒന്ന്, ഭാരതീയ ചിന്ത 3 കാണ്ഡങ്ങളിലാണ് വിസ്തൃതമായിട്ടുള്ളത്. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. അതിൽ 3 കാണ്ഡമായി വികസിച്ച് നിന്ന ഭാരതീയ ചിന്തയിലെ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ശ്രീവിദ്യ. ശ്രീവിദ്യയെക്കുറിച്ചാണ് സൗന്ദര്യലഹരിയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു അറിവും കൂടെ നമുക്കില്ലെങ്കിൽ കാര്യം പ്രയോജനപ്പെടാൻ പ്രയാസമായി തീരും. കുറച്ചുകൂടെ കയറി, മാക്സിമം കയറി. അതുകൊണ്ട് തന്ത്രം, ശ്രീവിദ്യ, ഈ രണ്ടിനെക്കുറിച്ചുള്ള ചെറിയൊരു അറിവും കൂടെ നമുക്കുണ്ടായാൽ എളുപ്പമാണ്. അത് കഴിഞ്ഞാകാം സൗന്ദര്യലഹരി ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് ശ്രീവിദ്യയെക്കുറിച്ചുള്ള ചെറിയൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൃതിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. എങ്ങനെയാണ്? ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പോൾ തന്യതേ പാണിനി 6-ാം അധ്യായം 4-ാം പാദം 44-ാം സൂത്രത്തിൽ പറയുന്നതാണ്. തന്യതേ വിസ്താര്യതേ അനേന ഇതി തന്ത്രം. തന് വിസ്താര്യതേ അനേന ഇതി തന്ത്രം. ശാരീരികവും മാനസികവുമായ ശക്തികളെ വിസ്താരണം ചെയ്യുക. മനസ്സിനെ വിസ്തരിച്ച് ഊർജദായകങ്ങളായ ശക്തികളെ സ്വതന്ത്രമാക്കുക. ഇതാണ് തന്ത്രം കൊണ്ടുദ്ദേശിക്കുന്നത്. ഇന്ന് ആ പണിയില്ല. അതിലൂടെ രൂപപ്പെട്ടതാണ് പൗരാണിക കാലത്തെ ഗൂഢവിദ്യകളെല്ലാം. മനസ്സിന് ഒരുപാട് കഴിവുകളുണ്ട്. മനസ്സിൻ്റെ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ മനസ്സിനെ സൂക്ഷ്മമാക്കണം. ആ സൂക്ഷ്മമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഭാരതീയ വൈദ്യശാസ്ത്രം, ഭാരതീയ
ശാസ്ത്രങ്ങളിലെ ഗണിതശാസ്ത്രം തുടങ്ങിയ വിഭാഗങ്ങൾ, സ്ഥപത്യ ശാസ്ത്രാദി മേഖലകൾ, ഇതൊക്കെ വികസിച്ചിട്ടുള്ളത് വ്യക്തിയുടെ മനസ്സിനെ വിസ്തരിപ്പിച്ചിട്ടാണ്. വിദ്യാഭ്യാസത്തിൽ അങ്ങനൊരു ഭാഗം പാശ്ചാത്യ സംപ്രേഷണം വന്നതോടുകൂടി നിലയ്ക്കുകയും കഷ്ടിച്ച് മാജിക്കിൻ്റെ ലോകങ്ങളിൽ മാത്രം മനസ്സിൻ്റെ ഏകാഗ്രത പ്രധാനമായി തീരുകയുമാണ് ചെയ്തത്. ഭാരതീയർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വിവാഹം കഴിക്കണമെങ്കിൽ ഒരു സ്ത്രീ അവളുടെ മനസ്സിനെ വിസ്തരിപ്പിച്ച് ഊർജദായക ശക്തികളെ മുഴുവൻ സ്വതന്ത്രമാക്കി കഴിഞ്ഞവളായിരിക്കണം കുടുംബിനി. ഇതായിരുന്നു പ്രാചീന സങ്കല്പം. അങ്ങനെ ആവുമ്പോൾ അവൾക്ക് പരാതികളൊന്നും ഉണ്ടാവില്ല. അവളുടെ സങ്കല്പമായിരിക്കും കുടുംബം, അവൾ ഇടപെടുന്ന ലോകം അവളുടെ സങ്കല്പമായിരിക്കും. ഇന്ന് അങ്ങനെ വിസ്തരിപ്പിക്കാത്ത ആളുകൾ സ്വാതന്ത്ര്യവും മറ്റും സംവരണമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ഏത് സ്ത്രീയെ എടുത്താലും പരാതി മാത്രമാണ്. പഴയ കാലത്ത് പരാതി ഉണ്ടാകാതിരുന്നത് ഭയം കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വസ്തുത ഏതായിരുന്നില്ല. അവർ മനസ്സിന്റെ കഴിവുകളെ വേണ്ടത്ര ഉപയോഗിച്ചു. മനസ്സിന്റെ കഴിവുകളെ നഷ്ടപ്പെടുന്നത് പുറം ലോകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ്. അതുകൊണ്ട് മനസ്സിന്റെ കഴിവുകൾ കുറഞ്ഞിരിക്കേണ്ടതും ധനസമ്പാദനത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതും പുരുഷനാണ് എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു ഭാരതീയ സംസ്കൃതി വളർന്നത്. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് പുരുഷന്മാർ പൊതുവെ മനസ്സിന് കഴിവ് കുറഞ്ഞവരായിരുന്നു. ഇന്ന് രണ്ടും മനസ്സിന് കഴിവ് കുറഞ്ഞവരാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ വഴക്കും വക്കാണോ ഒക്കെയാണ് കേൾക്കുന്നത്. അപ്പം മനസ്സിനെ വികസിപ്പിച്ച് ഊർജദായക ശക്തികളെ സ്വതന്ത്രമാക്കുന്നതിനാണ് തന്ത്ര എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ പരിമിതികൾക്കുള്ളിലാണ് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളെല്ലാം. ഏത് ഇന്ദ്രിയാനുഭവം എടുത്താലും ഇന്ദ്രിയത്തിൻ്റെ പരിമിതിയിലാണ്. എന്നാൽ ആ പരിധികളെ ഉല്ലംഘിക്കുന്നതിന് എന്താണ് വഴി? ഇതായിരുന്നു പൂർവികരുടെ അന്വേഷണം. ഇന്ദ്രിയ പരിമിതികളെ എങ്ങനെ ഉല്ലംഘിക്കാം? അതിനാണ് അവർ ഉപാസനയെ ഉപയോഗിച്ചത്. അതിൻ്റെ ഫലമായിരുന്നു അവർ കണ്ടെത്തിയ എല്ലാ ശാസ്ത്രങ്ങളിലും മനസ്സ് പ്രധാനപ്പെട്ട ഒന്നായി തീർന്നു. മനസ്സ് പലപ്പോഴും നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടുകയാണ്. കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. കുട്ടികളെ വളർത്തുന്നതും അങ്ങനെയാണ്. ഒരു വസ്തു കണ്ടു, ആ കണ്ട വസ്തുവിൽ മനസ്സ് ഇടപെട്ട് കഴിഞ്ഞാൽ അത് വേണമെന്ന് തോന്നലായി. വളരെ ചെറുപ്പത്തിൽ ഒരു കളിപ്പാട്ടം കണ്ടാൽ അവിടെ മുതൽ ഉള്ള പിടിവാശി തുടങ്ങുക. നമ്മൾ സമ്പാദിച്ചിട്ടുള്ളതെല്ലാം എടുത്തു നോക്കിയാൽ നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ അടിമയായി നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചതാണെന്ന് കാണാൻ. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ തൻ്റെ ഏതെങ്കിലും ഇന്ദ്രിയം, പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തനിക്ക് തന്ന ഒരറിവ്, ഒരനുഭവത്തെ അടിസ്ഥാനമാക്കി മനസ്സ് അടിമപ്പെടാതെ അതിനെ ത്യജിച്ച് മനസ്സിനെ ശക്തിയുള്ളതാക്കാൻ ശ്രമിക്കുക എന്നത്
അപൂർവം ആളുകൾ മാത്രമാണ് ചെയ്യുന്നത്. അത്യപൂർവം, അപൂർവമൊന്നും അല്ല പറയണ്ടേ, അത്യപൂർവം. അതാണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള വശം. അത് പരിശീലിക്കാൻ ഇനി പ്രായമൊക്കെ ആയ നിലയ്ക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളീ പലരും പ്രായം കടന്നിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശീലമുണ്ടാവും. ശീലം കൂടി അതിജീവിക്കാൻ കഴിയുമെങ്കിലാണ് ഇതിന് കഴിയുന്നത്. ഒരാഹാരം, ഇന്ദ്രിയം മനസ്സിനെ അടിമയാക്കിയിട്ടുള്ള ഒരാഹാരം, അതിൻ്റെ രുചി, അതൊന്ന് വേണ്ടാന്ന് വെച്ച് നോക്കുക. ഇന്ന് തന്നെ എത്ര സംഘർഷം നിങ്ങൾക്കുണ്ടാകുമെന്ന് നോക്കുക. നിങ്ങളെ പതിവായി കാണുകയും കൂടുകയും ചെയ്യുന്ന ആളിനെ ഒരു ദിവസത്തേക്ക് കാണണ്ടാമെന്ന് തീരുമാനിച്ചു നോക്കുക. നിങ്ങൾ സ്ഥിരമായി വർത്തമാനം പറയുന്ന കാര്യങ്ങൾ ഇന്ന് മുതൽ പറയണ്ടെന്നൊന്ന് തീരുമാനിക്കുക. ശൈലി ഒന്ന് മാറ്റി നോക്കുക. എത്ര അന്തർസംഘർഷം നടക്കും നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ മനസ്സ് എന്തിൻ്റെ എല്ലാം അടിമയാണ്. ഇത് ക്ലാസ് കേട്ടിട്ട് പോയാലൊന്നും പ്രയോജനമില്ല. പകരം നിങ്ങൾ നോക്കണം. ഇത് ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണോ അതല്ല സൗന്ദര്യലഹരി ശ്ലോകം പഠിച്ചാൽ മതിയോ? അങ്ങനെ പഠിക്കണമെങ്കിൽ ഇന്ന് എന്നിട്ട് ആദ്യം നോക്കണം മനസ്സ് എത്ര സംഘർഷം നിങ്ങൾക്കുണ്ടാക്കുമെന്ന്. ഇന്ദ്രിയങ്ങൾക്കടിമയായ മനസ്സ്, നിങ്ങൾ ശത്രുവാണെന്ന് വിചാരിക്കുന്ന ഒരാളോട്, അയാൾ നിങ്ങളെ വിചാരിക്കുകയല്ല, നിങ്ങൾ ശത്രുവാണെന്ന് വിചാരിക്കുന്ന നിങ്ങളോട് ഇടപെട്ട ഒരാളോട് നിങ്ങൾ വർത്തമാനം പറയാനൊന്ന് ശ്രമിച്ചു നോക്കുക. ഏതെല്ലാം ഇന്ദ്രിയങ്ങൾ വലിഞ്ഞു മുറുകുമെന്ന് നോക്കുക. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ ഒക്കെ ചിലപ്പോൾ ശത്രുവായിത്തീരും. അത് കഴിഞ്ഞാൽ അവരാദ്യം വർത്തമാനം പറയണമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടൊന്ന് വർത്തമാനം പറയാനായിട്ട് ഒന്ന് മനസ്സിനെ ഒന്ന് പ്രേരിപ്പിച്ചു നോക്കുക. നിങ്ങൾക്ക് എത്ര സംഘർഷം വരുമെന്ന് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരോട്, പിണങ്ങിയ കൂട്ടുകാരോട്, നിങ്ങളുടെ കുടുംബശത്രുവിനോട്, നിങ്ങൾ ജാതീയമായി പ്രിയം കൂടിയ ആളുകളാണെങ്കിൽ വിജാതീയനോട്, നിങ്ങൾ മതപരമായി വളരെയേറെ സങ്കുചിതനാണെങ്കിൽ അതിന് വെളിയിലുള്ള മതക്കാരനോട് ഒക്കെ ഒന്ന് ഇടപെടാൻ ശ്രമിച്ചു നോക്കുക. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാനോ മറ്റു തരത്തിലോ അറിയാത്ത ഒരു സാധനമായ മനസ്സ് സങ്കല്പവികല്പങ്ങളോടുകൂടി അകത്തിരുന്ന് നിങ്ങളുടെ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് അനുഗുണമായി എന്തെല്ലാം കുണ്ടാമാണ്ടികൾ, അതിന് പകരം പദം എനിക്കറിയില്ല, അതുകൊണ്ടാണ്, ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഇവിടെയാണ് മനസ്സിനെ വിസ്തരിപ്പിക്കുന്നതിലുള്ള തന്ത്രം അവർ പഠിക്കാനിടയായി. പലപ്പോഴും ഇന്ദ്രിയങ്ങൾക്കപ്പുറം മനസ്സിനെ സ്വതന്ത്രമാക്കി മനസ്സിൻ്റെ ശക്തിയെ മുഴുവൻ ഉപയോഗിക്കുന്നതായാൽ അത് അനന്തമായ കഴിവുള്ളതാണ് എന്ന് പൂർവാചാര്യന്മാർക്ക് ബോധ്യമായി. അതിൻ്റെ ഫലമാണ് തന്ത്രം. മനസ്സിൻ്റെ വിപുലമായ മണ്ഡലം. ഇതിൽ ജാതി, മതം, വർഗം, വർണ്ണം ഒന്നും ഈ സാധനത്തിനതില്ല. 100% ശാസ്ത്രീയമായൊരു അന്വേഷണമാണ് നടന്നത്. അതുകൊണ്ട് തന്ത്രം എന്ന് പറഞ്ഞാൽ അതാണ്. ആ അർത്ഥത്തിൽ ധ്യാനാത്മകമാണ് തന്ത്രം. അതിനവർ ചില യന്ത്രങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട്.
യന്ത്രം എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്നറിയില്ല. നമുക്ക് തൽക്കാലം ജോഗ്രഫിക്കൽ ഫിഗേഴ്സ് ഒന്ന് ഇംഗ്ലീഷിൽ പറയാമെന്ന് തോന്നുന്നു, ഏതാണ്ടൊരു ആശയം നിങ്ങൾക്ക് കിട്ടാൻ. ഏത് ശബ്ദത്തിനും ഗണിത യുക്തിയിൽ ഒരു രൂപമുണ്ട്, അതാണ് യന്ത്രം. ഏത് ശബ്ദത്തിനുമുണ്ട്, എല്ലാ ഇക്വേഷൻസിനുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി രഹസ്യം ഉൾക്കൊള്ളുന്ന യന്ത്രവും അതിൻ്റെ തന്ത്രവുമാണ് ശ്രീവിദ്യ നമുക്ക് തരുന്നത്. മഹാഷോഡശാക്ഷരി അല്ലെങ്കിൽ ശ്രീവിദ്യ എന്ന് പറയുന്നത് അതിനൊരു യന്ത്രമുണ്ട്, അതിനൊരു തന്ത്രമുണ്ട്. അത് പ്രപഞ്ചരഹസ്യം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് മനസ്സിനെ വ്യാപിപ്പിച്ച് വ്യാപനം 360 ഡിഗ്രിയിലെത്തുമ്പോൾ സാധകൻ വിശ്വമനസ്സുമായി ഒന്നായിത്തീരുന്നു. അവൻ്റെ വൈയക്തിക മനോഭൂമിക മാറിപ്പോകുന്നു. അതുവരെ ഈഗോ സെൻട്രിക് ആയിരുന്ന അവൻ വിശ്വ മനസ്സിന്റെ തലത്തിലേക്ക് ഉയരുന്നു. വാക്കുകളിലൂടെ പറഞ്ഞാൽ ഇതാണ് തന്ത്രം കൊണ്ട് സ്ഥാപിക്കുന്നത്. അതാണ് തന്യതേ. അപ്പോൾ തന്യതേ ആ അവസ്ഥയിലെത്തുമ്പോൾ മുക്തി എന്നുകൂടി ആശയമായി പറഞ്ഞു വെച്ചത് വെച്ച്, അല്ലാതെ വാക്കിൻ്റെ അർത്ഥമല്ല. അതിന് അവർ സ്വീകരിച്ച രീതി മൂലാധാരസ്ഥിതമായ കുണ്ടലിനിയെ, അത് ഉറങ്ങിക്കിടക്കുന്നതാണ്. അതെല്ലാം നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പഠിക്കാം. അതിനെയാണ് സമഷ്ടി ശക്തി എന്ന് വിളിക്കുന്നത്. അതിനെ, ആ സമഷ്ടി ശക്തിയെ ഉണർത്തിയാണ് ഈ അവസ്ഥ സാധിക്കുന്നത്. ഇതാണ് ഒരർത്ഥം. 2, തനുതേ ത്രായതേ നിത്യം തന്ത്രമിതം വിദുർ ബുധഃ എന്ന് വേറൊരർത്ഥമുണ്ട്. തനുതേ ത്രായതേ നിത്യം, എഴുതിയെടുക്കുകയാണെങ്കിൽ തെറ്റരുത്. തനുതേ ത്രായതേ നിത്യം തന്ത്രമിതം വിദുർ ബുധഃ, വിദുഹു ബുധഃ. തന്ത്രത്തിന്റെ മറ്റൊരർത്ഥമാണ് സംരക്ഷിക്കുക. യാതൊരുവനാണോ തന്ത്രസാധനയെ ചെയ്യുന്നത് അവനെ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതെന്തോ അത് തന്ത്രമാണെന്ന് വിദ്വാൻമാർ പറയുന്നു. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതുകൊണ്ട് തന്ത്രം. ധ്യാനം കൊണ്ടാണ് തന്ത്രസാധനയുടെ കൃത്യതയുള്ള ധ്യാനം കൊണ്ടാണ് അത് നേടുന്നത്. തനോധി വിപുലാനർത്ഥാൻ തത്വം മന്ത്രം സംവിദം ത്രാണനം ച കുരുതേ യസ്മാത് തന്ത്രമിദം അഭിധ്യതേ. നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണത്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നില്ല.
തനോതി തന്യതേ ഇതിവ. ശബ്ദകൽപ്പദ്രുമത്തില് ഔഷധി, ഔഷധം, അതിൻ്റെ തത്വം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് തന്ത്രത്തിന്. അതുകൊണ്ട് തന്നെ വൈദ്യഗ്രന്ഥങ്ങൾക്ക് തന്ത്രം എന്ന് പേരും വന്നിട്ടുണ്ട്. അതിൽ ഏതാണ്ട് ഭാരതീയ ചിന്ത, പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൻ്റെ 2/3 ഭാഗവും, സനാതനധർമ്മത്തിലെ ഗ്രന്ഥങ്ങൾ എടുത്താൽ അതിലെ 2/3 ഭാഗവും ഔഷധ കൽപ്പനയുടെ പകുതിയും തന്ത്രമാണ്. ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അത് വളരെ വിപുലമായി പഠിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഇവിടുത്തെ പിടുത്തം കൊണ്ടാവില്ല, നിങ്ങൾ മറ്റുള്ളതൊക്കെ റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഭാരതീയ ചിന്ത അതിൻ്റെ 2/3 തന്ത്രാഗമങ്ങളാണ്. ഔഷധ കൽപ്പന എടുത്താൽ അതിൽ പകുതിയും തന്ത്രങ്ങളാണ്. ഇത് സർവ ഉപനിഷത്തുകളുടെയും സർവസ്വമാണ്. അത് വർണ്ണാശ്രമ ധർമ്മങ്ങളാൽ പരിലസിതവുമാണ്. പ്രത്യേകിച്ച് വിദ്യ, ശിവശക്തി, 2 സങ്കല്പങ്ങളിലായി ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ശിവശക്തി സ്വരൂപമായ വേദങ്ങൾ അതീവ ഗോപ്യമായി ഷോഡശാക്ഷരിയെ വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് 3 കാണ്ഡം എന്ന് പറഞ്ഞത്. നമ്മൾ വേറെ ഏതോ ക്ലാസ് എടുത്തപ്പോഴും 3 കാണ്ഡം പറഞ്ഞു എന്നാണ് ഇൻട്രഡക്ഷനിൽ എൻ്റെ ഓർമ്മ. യോഗസൂത്രം എടുത്തപ്പോഴാണ് തോന്നുന്നു. ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം. ഉപാസന മന്ത്രാർത്ഥജ്ഞാനത്തോടെ വേണം. അർത്ഥമറിയാതെ മന്ത്രം ഉരുവിട്ടതുകൊണ്ട് ഫലമില്ല എന്ന് മാധവാചാര്യനും യാസ്കനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് തൂണാണെന്നാണ് പറയുന്നത്. അർത്ഥമറിയാതെ ഉരുവിടുന്നവൻ തൂണാണ് എന്നാണ് പറയുന്നത്. മറ്റൊരിടത്ത് പറയുന്നത് കഴുത ചന്ദനം ചുമക്കുന്നത് പോലെയാണെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമറിയുക എന്ന് പറഞ്ഞാൽ വാച്യം, വ്യംഗ്യം, ലക്ഷണ. അല്ല, വാച്യാർത്ഥം മാത്രം പോരാ. അത് കൂടാതെ സ്പഷ്ടം, അസ്പഷ്ടം, അസ്പഷ്ടതരം. മന്ത്രങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. മന്ത്രമാതാവായ ഗായത്രിയുടെ സ്പഷ്ടാർത്ഥം, അസ്പഷ്ടാർത്ഥം, അസ്പഷ്ടതരാർത്ഥത്തിനും അപ്പുറം നിൽക്കുന്ന തുരീയ ഭാവത്തിലാണ് ശ്രീവിദ്യയുടെ നില. ഗായത്രി തന്നെയാണ് ശ്രീവിദ്യ എന്നൊരു മതമുണ്ട്. ഇത് മന്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അപ്പം മന്ത്രാർത്ഥജ്ഞാനത്തോടെ വേണം ഉപാസന. അതിന് ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സര, മന്ത്രജ്ഞോ മന്ത്രഭക്തശ്ച മന്ത്രാർത്ഥത ശുചി, ഏവം ലക്ഷണസമ്പന്നോ ഗുരുരിത്യഭിധീയതേ എന്ന്
ഒരു പ്രാചീന മതം. ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സരഃ. ആചരിക്കുന്നവനായിരിക്കണം ആചാര്യൻ. അധീതി ബോധാചരണ പ്രചാരണ എന്നാണ്. ആദ്യം അധീതമാവണം, അതിനെ ആചരിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം, എന്നിട്ടേ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാവൂ. ഇന്ന് തനിക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലാണ് 10 രൂപ ഉണ്ടാകുന്നത്. മനസ്സിലാവുമെന്നറിയില്ല. ഉറപ്പുള്ള കാര്യങ്ങളിൽ പറയുന്നവനും വിശ്വാസം ഉണ്ടാവില്ല, കേൾക്കുന്നവനും വിശ്വാസം ഉണ്ടാവില്ല. ഇന്നുവരെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത്ഭുതമാവും. അത്ഭുതത്തിനാണ് ആളുകൾ ഓടുന്നത്. പറയുന്നവരും അത്ഭുതമാണ്. അത്തരം ഗ്രന്ഥങ്ങളൊക്കെയാണ് ബെസ്റ്റ് സെല്ലേഴ്സ്. Am I right? അത്തരം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവയ്ക്ക് നല്ല മാർക്കറ്റാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു 100 കൊല്ലമായി നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവയൊക്കെ വായിച്ച് ഏതാണ്ടൊക്കെ അറിയാമെന്ന് ഭാവിച്ചിരിക്കുകയാണ് നമ്മൾ. മനസ്സിന് പ്രയോജനമുള്ളതോ ശരീരത്തിന് പ്രയോജനമുള്ളതോ ഇന്ദ്രിയങ്ങൾക്ക് പ്രയോജനമുള്ളതോ ആയ കാര്യങ്ങളാകട്ടെ, സ്വ അനുഭവത്തിലേക്ക് വരാവുന്നവയാകട്ടെ, അവയിലില്ല. അതുകൊണ്ട് നല്ലൊരു ശതമാനം ഭാരതീയരും, പ്രത്യേകിച്ച് ഉപരിതലത്തിൽ ജീവിക്കുന്നവർ, പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർ താഴെ മുതൽ മോള് വരെയോ മോള് മുതൽ താഴെ വരെയോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് കണക്കാക്കാം, ഏതാണ്ട് മാനസിക രോഗികളാണ്. ആധുനിക ഡയഗ്നോസിസിൽ പറഞ്ഞാൽ സ്കീസ്രോഫീനിയ ബാധിച്ചവരാണ്. അതുകൊണ്ട് ഇവരുടെ ബ്രെയിൻ സെല്ല് കുറേശ്ശെ നശിക്കുകയും ചെയ്യും. ഇതിന്റെ കാരണം അതാണ്. ആചാര്യനാകുമ്പോൾ ആചാര്യോ എങ്ങനെ എഴുതിയ വേദസമ്പന്നോ വിഷ്ണുഭക്തഃ വ്യാപ്നോതി ഇതി വിഷ്ണു. വിഷ്ണുഭക്തനായിരിക്കണം. വിമത്സരഃ ഒന്നിനോടും മത്സരം ഇല്ലാത്തവനായിരിക്കണം. മാത്സര്യബുദ്ധി മറ്റൊന്ന് ഒരാൾക്കുണ്ട്, എനിക്കില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ്. ആ മനസ്സ് വികസിക്കാത്തതുകൊണ്ടാണ്. മനസ്സ് വികസിക്കുന്നവൻ വിചാരിക്കുന്നത് നല്ല കാര്യം ആര് എവിടെ ചെയ്താലും അത് തൻ്റെ മനസ്സിൻ്റെതാണ്, അതിൽ ആഹ്ലാദിക്കാൻ. അത് ഞാൻ സങ്കല്പിച്ചതാണ്, അത് മറ്റവൻ ചെയ്തു എന്ന ബോധത്തിലാണ് മത്സരം വരുന്നത്. എനിക്ക് കഴിഞ്ഞില്ല. അതിൽ ആഹ്ലാദിക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൻ്റെ കൂടെയായി മാറി. അതാണ് മത്സരമില്ലാത്തവൻ്റെ ലക്ഷണം. വിമത്സരനായിരിക്കണം. വിഷ്ണുഭക്തനായിരിക്കണം. മാത്സര്യമില്ലാത്തവനായിരിക്കണം. വിമത്സരഃ. മന്ത്രജ്ഞഃ മന്ത്രമറിയുന്നവനായിരിക്കണം. മന്ത്രഭക്തഃ മന്ത്രഭക്തശ്ച അറിഞ്ഞാൽ മാത്രം പോരാ,
മന്ത്രത്തിൽ അതിൻ്റെ ദേവതയിൽ ഭക്തിയുള്ളവനായിരിക്കണം. മന്ത്രാർത്ഥത്തെ അറിയുന്നവനായിരിക്കണം. ശുചിയായിരിക്കണം. അങ്ങനെയാണ് ഗുരു ഉണ്ടാകുന്നത്. പഴയ നിയമം അതാണ്. ഇത് വളരെ വളരെ വിരളമായിരിക്കും. പ്രത്യക്ഷേണ അനുമത്യാവ യസ്തൂപായോ ന ബുദ്ധ്യതേ ഏതം വിദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. പ്രത്യക്ഷമായോ വേദസമ്മതം കൊണ്ടോ പുരുഷാർത്ഥ സാധനമല്ലാത്ത അറിവ് വേദമല്ല. ഇത് വേദം പറയുന്നതാണ്. വേദം പറയുന്നത് പ്രത്യക്ഷേണ അനുമത്യാവ യസ്തൂപായോ ന ബുദ്ധ്യതേ ഏതം വിദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. പ്രത്യക്ഷമായി അറിയുന്നത് അല്ലേ വേദം പ്രമാണമായി അറിയുന്നത്. ആ അറിയുന്നത് പുരുഷാർത്ഥത്തിന് ഉതകുന്നതല്ലെങ്കിൽ ആ അറിവ് വേദമല്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥ പുരുഷാർത്ഥം മോക്ഷം മാത്രമാണ്. ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. ധർമ്മം കൊണ്ട് മോക്ഷവും, ധനം കൊണ്ട് കാമവും, ലൗകിക പുരുഷാർത്ഥം, ആത്മീയ പുരുഷാർത്ഥം, ഇങ്ങനെയൊക്കെ വ്യവച്ഛേദിച്ച് ആചാര്യന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ പുരുഷാർത്ഥങ്ങളെക്കുറിച്ചല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേദമല്ല. അതുകൊണ്ട് വേദത്വം, അറിവ് വേദത്തിന് സ്വസിദ്ധമാണ്. ശ്രുതിഹീനമധീതശ്ച നേഹനാമുത്ര തദ്ഭവേത് സുതം തു കേവലം അപി സമുദ്ധാരായ കൽപ്പതേ. വേദാർത്ഥം കൂടാതെ ഗുരുമുഖത്തു നിന്ന് ശ്രവണം ചെയ്യാതെ വേദം പഠിക്കുന്നതുകൊണ്ട്, മന്ത്രം ഉരുവിടുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നും അവർ പറയുന്നുണ്ട്. വെറുതെ വേദം ചൊല്ലിയാൽ പോരാ, വേദാർത്ഥമറിയണം. അതുകൊണ്ടാണ് അനുഭവമുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് പഠിക്കണം എന്നൊക്കെ അവർ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച് മന്ത്രങ്ങളെ ശ്രദ്ധാഭക്തികളോടുകൂടി പഠിച്ചെടുത്താൽ മാത്രമേ ആ മന്ത്രങ്ങൾ അനുഭവങ്ങളായിത്തീരുകയുള്ളൂ. ഇന്നങ്ങനെ അല്ലാതെ പഠിക്കുന്നതുകൊണ്ടാണ് മന്ത്രശാസ്ത്രത്തിന് ലോപം വരുന്നത്. എതിരാളികൾ ചോദിക്കുമ്പോൾ കിടന്ന് വിഷമിക്കുന്നത് കാരണം ഇന്ന് വിശ്വാസം കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. മറ്റു മതങ്ങൾ വിശ്വാസത്തിന് മുൻതൂക്കം കൊടുത്താണ് പഠിപ്പിക്കുന്നത്, അനുഭവത്തിന് മുൻതൂക്കം കൊടുത്തല്ല. അത് കണ്ട് അവർ സംഘടിക്കുന്നത് കണ്ട് അതുപോലെ സംഘടിക്കാനാണ് പഠിക്കുന്നത്. വേദത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയല്ല പഠിക്കുന്നത്. ഹിന്ദുക്കൾ പൊതുവെ ഇന്ന് ഇതിനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ പോകുന്നവരും പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും
ഒരിടത്ത് സംഘടിപ്പിക്കുന്ന സംഘാടകരും മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ മോശക്കാരാകരുത് എന്നതിൻ്റെ പേരിൽ പഠിക്കാൻ പോവുക. അത് മന്ത്രശാസ്ത്രത്തിൻ്റെ മരണമാണ്. ചുരുക്കത്തിൽ മന്ത്രശാസ്ത്രത്തെ കൊല്ലുന്നത് ഈ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കൂടെ ചേർന്നാണ്. കാരണം കുറെ കഴിയുമ്പോൾ പുതിയ തലമുറ 100% ഉറപ്പാക്കും ഇത് പ്രയോജനമില്ലാത്തതാണ്. കാരണം എൻ്റെ അമ്മ കുറേ കാലം ഇതിലൂടെ നടന്നതാണ്, എൻ്റെ അച്ഛൻ കുറേ കാലം ഇതിലൂടെ നടന്നതാണ്, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇതിലെ നടന്നതാണ്. യാതൊരു പ്രയോജനവും ഇല്ലാതെ സമയം കൊല്ലിയാണ് ഈ പരിപാടി. അതിൻ്റെ പേരിൽ ഇതിനോട് വളരെ എതിർപ്പുള്ള ഒരു തലമുറയുണ്ടായി വരും, ഇത് വിശ്വാസമായി കൊണ്ടുപോയാൽ. അതുകൊണ്ട് ഇത് വിശ്വാസമല്ല, വിശ്വാസമാക്കരുത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങളും ഇത് പരമാവധി വിശ്വാസമാക്കാനാണ് ഒരുങ്ങുന്നതെന്ന് വിചാരിക്കുന്നു. ആയിരിക്കുമോ? 1% പോലും ഇതിനെ വിശ്വാസമാക്കരുത്. അതുകൊണ്ട് അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അനുഭവ പ്രാധാന്യമാണ് പ്രാചീനർ കൊണ്ടുപോയത്. അതുകൊണ്ട് ഇത് വളരെ കുറച്ച് പേരെ കൊണ്ടു കിടന്നിട്ടുള്ളൂ. ഇന്ന് കാണുന്ന പോലൊരു വലിയ ലോകം മന്ത്രസാധനയുടെ ലോകത്തൂടെ പോയിട്ടില്ല. ഒരു ഗ്രാമത്തിലൊക്കെ ഒരാൾ കാണിച്ചു, ആ ആളിൻ്റെ മനസ്സിൻ്റെ ശക്തി കണ്ടിട്ടാണ് അതുപോലെ എനിക്കുമാകണം എന്ന് തോന്നുന്ന അപൂർവം ചിലർ ആ വഴി പോയിട്ടുള്ളത്. അതിനുള്ള പ്രയത്നത്തിൽ മനസ്സാണ് എന്നുള്ളത് കൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒട്ടേറെ നിയന്ത്രിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ ഓരോന്നിനെയും ഒന്ന് വലിച്ചു നോക്കുക. എത്ര വലിയ യുദ്ധമാണ് നിങ്ങളിൽ നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലോ സഖ്യകക്ഷികളും എതിർകക്ഷികളും തമ്മിലോ ഒക്കെയുള്ള യുദ്ധത്തേക്കാൾ വലിയൊരു യുദ്ധമായിരിക്കും നിങ്ങളുടെ ഒരു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച നടക്കുന്നത്. കണ്ണിനെയോ മൂക്കിനെയോ ചെവിയെയോ ത്വക്കിനെയോ ഏതെങ്കിലും ഒന്നിനെ നിയന്ത്രിക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അറിയാം മനസ്സെന്തുമാത്രം സംഘർഷപൂരിതമാകും. അതിൽ വിജയിച്ചു പുറത്തേക്ക് വന്നാൽ മനസ്സിനെ നിങ്ങൾക്ക് കാണാം, മനസ്സ് നേടിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമാവും. അതിൽ വിജയിക്കില്ല. കാരണം മനസ്സടിമയായതുകൊണ്ട് പരാജയപ്പെടും. പരാജയപ്പെട്ട് കഴിഞ്ഞ് ചിന്തിക്കുക പോലുമില്ല. ഇന്ദ്രിയവും മനസ്സും തമ്മിലുള്ളൊരു ബന്ധം കാരണം പരാജയപ്പെട്ട മനസ്സ് ബുദ്ധിയെ ഉപയോഗിച്ച് അത് പരാജയമല്ലായിരുന്നു, മറിച്ച് അതെൻ്റെ ജീവിതത്തിലെ വിജയമായിരുന്നു എന്ന് വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തുകയും അടുത്ത പരാജയത്തിനുള്ള സൂത്രപ്പണി ഇന്ദ്രിയം കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ അത് ശീലമാവും. സാമാജികമായി തെറ്റാണെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒന്ന് നിയന്ത്രിക്കാൻ നോക്കിയാൽ മതി. ശരി നിയന്ത്രിക്കാൻ നോക്കണ്ട.
നിങ്ങളിൽ സാമാജികമായ ആളുകൾ അരുതെന്ന് വിലക്കുന്ന സാധനങ്ങൾ. ഒട്ടേറെ ഉണ്ട്. ലഹരി വസ്തുക്കളെല്ലാം, വലിയ കുടി ബഹളമെല്ലാം, അതിലേതെങ്കിലും ഉപയോഗിക്കുന്ന ഒരാൾ പതുക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക. നിയന്ത്രിച്ചു നോക്കുക. അപ്പോൾ അറിയാം മനസ്സെങ്ങനെ പുറത്തിയാടുക. ചിലർ അവസാനം കണ്ടെത്തും ഇതും കൂടെ ആവാം. ചിലർ കണ്ടെത്തും അല്ല ഇനി ഇതൊക്കെ ചെയ്യാതിരുന്നിട്ടെന്താ കാര്യം. അവിടെയാണ് ബുദ്ധി മനസ്സും ഇന്ദ്രിയവും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിൽ കണ്ടെത്തുന്ന പരിപാടികൾ അതിലൊക്കെ കണ്ടെത്തും. തൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരോടൊക്കെ ഇടപെടുമ്പോൾ സാമാജികമായ മര്യാദകൾ ഉല്ലംഘിച്ച് വാക്കു വരുന്നു എങ്കിൽ ആ വാക്കിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എങ്ങനെ അത് പൊട്ടിപ്പുറപ്പെടുമെന്ന്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. മന്ത്രശാസ്ത്രത്തിൽ ഇതാണ് പദ്ധതി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മന്ത്രങ്ങളിലേക്ക് പോകാൻ. അത് അർത്ഥം അറിഞ്ഞ് പോകണം. ജപസ്യാഭ്യന്തരേ വ്യാഖ്യ സ്മർത്തവ്യ മനസാദ്വിജയി സ്മരണാൽ സർവപാപാനി പ്രണശ്യന്തി ന സംശയ. ജപത്തിന്റെ മധ്യത്തിൽ, ജപത്തിന്റെ ആഭ്യന്തരത്തിൽ മുമുക്ഷു മനസ്സുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ വ്യാഖ്യാനത്തെ സദാ സ്മരിക്കണം. അങ്ങനെ സ്മരിക്കുന്നതായാൽ സർവ പാപവും നശിക്കും എന്നതിന് സംശയമില്ലെന്ന് ഭരദ്വാജ മുനി മന്ത്രശാസ്ത്രത്തെക്കുറിച്ച് അനുഭവപ്രധാനമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന് വഴി. ഭരദ്വാജന്റെ ചിന്തയാണിത്. ജപത്തിൻ്റെ മധ്യത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം, മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിൽ സ്മരിക്കണം. അങ്ങനെ മന്ത്രം ജപിക്കണം. അങ്ങനെ ജപിച്ചാൽ പാപം നശിക്കുകയും അന്ധക്കരണം വിശുദ്ധമാവുകയും ചെയ്യും. ഭരദ്വാജൻ ഇങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. ഉപാസനാരൂപത്തിലുള്ള ഭക്തി കൊണ്ടാണ് മനസ്സിനെ ഒന്നിൽ ഉറപ്പിക്കാനാവുന്നത്. അതുകൊണ്ട് ഇതിന് 3 കാണ്ഡമുണ്ടെന്ന് പറഞ്ഞു. അതിൽ കർമ്മകാണ്ഡാനുസൃതമായി കർമ്മത്തെ അവർ വ്യവച്ഛേദിച്ചിട്ടുണ്ട്. കാമ്യകർമ്മം, അത് ആ കാമ്യ കർമ്മങ്ങളെ എങ്ങനെ അനുഷ്ഠിച്ച് വിധിയാം വണ്ണം വൈദിക വിധി അനുസരിച്ച് അനുഷ്ഠിച്ച് അന്ധക്കരണം വിശുദ്ധമാകുമ്പോഴാണ് കർമ്മം നിഷ്കാമമായിത്തീരുന്നത്. അല്ലാതെ നിഷ്കാമകർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ലോകർക്ക് പറ്റിയിരിക്കുന്നത് സ്വാമിജിമാരും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു കേട്ട് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാൻ പോവുകയാണ്. പ്രസംഗിക്കുമ്പോഴും ഉറക്കെ പറയുമ്പോഴും ഒക്കെ ചെയ്യുന്നയാൾ സ്വയം അവകാശപ്പെടുകയാണ് താൻ ചെയ്യുന്നതൊക്കെ നിഷ്കാമകർമ്മമാണ്. നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കണം.
നിങ്ങളുടെ മക്കളോടൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അതിൻ്റെ ഫലമാണ് തെളിയിക്കുന്നത് നിങ്ങൾ ചെയ്തത് വിധിവിഹീനമായ കാമ്യകർമ്മമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നയാളിനെ ഒലക്കടിച്ചുകൊണ്ടു. മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ, അച്ഛനമ്മമാർക്ക് വേണ്ടി മക്കൾ ചിലപ്പോൾ പറയും, ഞാനീ പോയി കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുകയാണ്. യാതൊരു കാമവും എനിക്കുണ്ടായിട്ടല്ല. ആധുനിക മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഉത്തേജനം കാമമാണ്. തൊഴിൽ മേഖലയിൽ പോലും എല്ലാ ഇൻസെന്റീവുകളും കാമമാണ്. വാസന കൊണ്ടല്ലാതെ ഒരു ഇൻസെന്റീവ് കൊണ്ടും കർമ്മം ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രങ്ങളെല്ലാം ഇൻസെന്റീവുകൾ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ്. ഇൻസെന്റീവ് എത്ര കൂടിയാലും കർമ്മത്തിൽ വ്യത്യാസം വരുന്നില്ല. കൂടുന്നതനുസരിച്ച് കർമ്മത്തിൽ ലോപം വരുന്നുമുണ്ട്. ഇൻസെന്റീവ് ഇല്ലാതിരുന്ന കാലങ്ങളിൽ 2 പേർ ചെയ്തിട്ടുള്ളതായ ജോലി ഇൻസെന്റീവ് കൂടുമ്പോൾ 10 പേർ ചെയ്താൽ തീരാതെ വരുന്നു. Am I right? ഇവിടെയാണ് നിങ്ങളുടെ സാമ്പത്തിക ദർശനങ്ങളുടെ പരാജയം. അത് നിങ്ങൾ ചിന്തിച്ച് വലുതാക്കിയാൽ മതി. കാരണം ഞാൻ ചിന്തിച്ചാൽ ഒരുപാട് എനിക്ക് പറയാനുണ്ടാവും. ഞാൻ പറയുമ്പോൾ നമ്മുടെ സമയം മുഴുവൻ പോകും. പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ, നിങ്ങളൊക്കെ ആ മേഖലയിലുള്ളവരാണ്. നിങ്ങളുടെ എല്ലാ ബാങ്കിങ് സെക്ടർ നോക്കിയാലും ഏത് സെക്ടർ നോക്കിയാലും 1 or 2 തൊഴിലാളിയെ വെച്ച് ഇത്രയേറെ ഉപകരണങ്ങളില്ലാതെ, ടെക്നോളജി ഇത്രയേറെ വികസിക്കാതെ ഇരുന്ന കാലത്ത് ചെയ്തിട്ടുള്ളതായ തൊഴിൽ രംഗങ്ങൾ, ടെക്നോളജിയുടെ വികാസം വന്ന് ഇൻസെന്റീവ് കൂടിയിട്ട് അത്രയധികം ആളുകളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്നുണ്ട്. Am I right? അവർക്കൊക്കെ നന്നായി അറിയാമെന്ന് തോന്നുന്നു. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റല്ലേ, വളരെ ഇതാണ് സങ്കീർണമാണ് അരങ്ങ്. ഇതിന്റെ കാരണം ഇതാണ്. ഒന്ന്, അവിടെയൊക്കെ ജോലിക്ക് കയറുന്നത് വാസന, ആ രീതിയിൽ വാസന ഇല്ലാത്തവരാണ്. വാസനകളാണ് കർമ്മത്തിന്റെ അടിസ്ഥാനം. ഇതാണ് ഭാരതീയ ചിന്ത. ആ വാസന എപ്പോൾ തീരുന്നു അപ്പോൾ കർമ്മവും തീരും. അത് കാമ്യം, വിശുദ്ധമായ അന്ധക്കരണം ഉണ്ടാകുമ്പോൾ മുമ്പ് വാസന കൊണ്ട് ചെയ്ത കർമ്മത്തിന്റെ ലാഞ്ചന, വാസനയില്ലാതെ ആഗ്രഹങ്ങളറ്റ് സ്വഭാവേന നടക്കുന്നതാണ് നിഷ്കാമമായി തീരുന്നത്. അതതിൻ്റെ പൂർണ്ണതയാണ്. പക്ഷെ നമ്മളൊക്കെ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്വാമിജിമാരും മറ്റുള്ളവരും ഒക്കെ, ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കൂടെയുള്ളവരെയൊക്കെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ നിഷ്കാമമാണെന്നാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുറേ ഭക്തന്മാരുണ്ടാവും. അവർ വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ പറ്റിച്ചുകൊള്ളും. അത് ഞാൻ നിശബ്ദം അംഗീകരിക്കുകയും ചെയ്യും. കാരണം അതിലൂടെ എനിക്കാണ് വരുമാനം കിട്ടുന്നത്. അതിന് പറ്റിയ വിധത്തിൽ കുറേ ഭക്തന്മാരെ ഞാൻ വാർത്തെടുക്കുകയും ചെയ്യും, വ്യാഖ്യാനിക്കാൻ കൊള്ളാവുന്ന. ഇതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഇതൊന്നും സനാതനധർമ്മത്തിൻ്റെ വികാസമാവില്ല. സനാതനധർമ്മത്തിൻ്റെ തലം ഒരുവൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് പ്രയോജനപ്പെടുന്നത്. അതിന് വളരെ
ഇതായി കർമ്മകാണ്ഡത്തിലെ ഈ ഭാഗം അറിയണം. അപ്പോൾ പാപക്ഷയം വന്നു കഴിഞ്ഞാലും ഏകാഗ്രത വേണമെങ്കിൽ ധർമാനുഷ്ഠാനം അഥവാ ഉപാസന അനിവാര്യമാണ്. ജീവൻ അവിദ്യാപരികൽപ്പിതനായി പരിച്ഛിന്നനും ബദ്ധനുമായാണ് കാണപ്പെടുന്നത്. ജീവന്റെ പ്രത്യേകത ഏതാണ്? അവിദ്യ കൊണ്ട് ജീവൻ ബദ്ധനാണ്. ഈശ്വരനാകട്ടെ കേവലനും സ്വതന്ത്രനും നിത്യസ്വഭാവനുമാണ്. കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥഃ ഈശ്വരഃ. അതിനാൽ ഈശ്വരോപാസനം കൊണ്ട് ആ കേവലതയിലേക്ക് ഉയരുക. പല പദ്ധതികളും ഭാരതീയർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം ഒക്കെ ഇങ്ങനെ പല പദ്ധതികളാണ്. അതിൽ അങ്ങനെ ഒരാൾ ഭക്തിപൂർവം അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപാസനം, ഈശ്വരോപാസനം അനിവാര്യമായി ചെയ്തു കഴിഞ്ഞാൽ സർവകർമ്മ ദുരിതനാശമുണ്ട്. അതോടുകൂടി വിവേക വൈരാഗ്യാദികൾ ഉണ്ടാവും. അങ്ങനെയാണ് വിവേക വൈരാഗ്യങ്ങൾ വരുന്നത്. ഉപാസന ചെയ്യാതെ വിവേക വൈരാഗ്യമൊന്നും വരില്ല. മുൻ ജന്മത്തിൽ അതൊക്കെ ചെയ്തിട്ട് ഈ ജന്മത്തിൽ വന്ന ആളുകൾക്ക് വിവേകമോ വൈരാഗ്യമോ കണ്ടു എന്നോർത്ത് അവർ ചെയ്യാത്തവരാണെന്ന് ധരിക്കരുത്. ധരിച്ചാൽ നമുക്കാണ് നഷ്ടം. വിവേക വൈരാഗ്യ ആദികൾ ഒരു ദിവസം കൊണ്ടുണ്ടാവില്ല. അതാണ് പലപ്പോഴും വലിയ തലങ്ങളിലിരിക്കുന്ന ആളുകൾ പോലും ക്ഷണികങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ അദ്ദേഹവും ഇങ്ങനെയായോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന അവിടെയാണ്. അതിന്റെ കാരണം അതാണ്. സ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉപാസന കാണില്ല. ദീർഘനൈരന്തര്യമുള്ള ഉപാസന കൊണ്ട് മാത്രമാണ് വിവേക വൈരാഗ്യാദികൾ ഉണ്ടാകുന്നത്. ആളുകള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞവർ ആളുകളുടെ മുമ്പിൽ വെച്ച് താൻ വിവേകിയാണ് എന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ വലിയ നഷ്ടം വരും. മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി കൂടെ നിൽക്കുന്നവരോട് വഴക്കുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ആ കൂടെ നിൽക്കുന്ന ആളുകൾ പുറത്തേക്ക് പതുക്കെ പറയേണ്ടി വരും. അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കുഴപ്പമാകും. കാരണം കൂടെ നിൽക്കുന്നവനാണ് പറയുന്നത്. മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഒരാളെ വൈരാഗ്യമുള്ളയാളായി, ഒരാളെ വിവേകമുള്ള ഒരാളായി, ഒരാളെ സമാധി ഷഡ്ക സമ്പത്തിയുള്ള ആളായി ലോകം അവതരിപ്പിച്ചു കൊണ്ടെന്നാലും പ്രയോജനമില്ലാതെ വരുന്നു. അതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നതല്ല ഈ കാര്യം. അതുകൊണ്ട് ഈശ്വര ഉപാസനം അത്യന്തം അനിവാര്യമാണ്. അങ്ങനെ ഈശ്വരോപാസനം കൊണ്ട് സാധനാചതുഷ്ടയ സമ്പത്തി നേടുമ്പോൾ മാത്രമാണ് പുനർജന്മമില്ലാത്ത മോക്ഷത്തിലേക്കൊരാൾ പോകുന്നത്. ധ്യാത്വാ പുനർഗച്ഛതി ഭൂതയോനി സമസ്ത സാക്ഷിം തമസപരസ്താത്. സർവജീവരാശികൾക്കും കാരണഭൂതനും സമസ്ത കാര്യങ്ങൾക്കും സാക്ഷിയും ആകാശത്തിനും പരമായുള്ള പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് കൈവല്യത്തെ പ്രാപിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉപാസനയാണ് ഗായത്രി. അത് തന്നെയാണ് ശ്രീവിദ്യ. രണ്ട് ഭാഗങ്ങളിൽ ഒന്നാണ് ശ്രീവിദ്യ. ഇത് പറയാനാണ് നമ്മൾ ഇത്രയും ഇൻട്രഡക്ഷൻ പറഞ്ഞത്, ഏറ്റവും ലഘുവായി.
ഇടയ്ക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം അതെല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യലഹരിയിലേക്ക് വരാൻ ഒരുപാട് താമസം. എങ്കിലും ചെറുതായെങ്കിലും നിങ്ങൾക്കൊരു അറിവുണ്ടാവണം. ഉപനയനം കഴിഞ്ഞാണ് നിങ്ങളെല്ലാം വന്നിരുന്നത് എങ്കിൽ, ഗായത്രി നിങ്ങൾക്ക് പിതാവ് ഉപദേശിച്ചു തന്നു കഴിഞ്ഞിരുന്നു എങ്കിൽ, ഗായത്രിയുടെ അർത്ഥം നിങ്ങൾക്കറിയും എങ്കിൽ ഇതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ടായിരുന്നില്ല. അതല്ലാത്തതുകൊണ്ട് കൂടിയാണ് സൂചിപ്പിച്ചത്. കളിപ്പിക്കണ്ട എന്ന് വിചാരിച്ച്. മന്ത്രമാതാവായ ഗായത്രി, ഗായത്രിയിലേക്ക് പ്രവേശിച്ചേ വേദം പഠിക്കാൻ തന്നെ പറ്റൂ. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന പല ആളുകളും വടക്കേന്ത്യയിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആശ്രമങ്ങളിലൊക്കെ പഠിക്കാൻ ചേരും. അങ്ങനെ പഠിക്കാൻ ചേരുന്ന സമയത്ത് അവർ മന്ത്രം അവർക്ക് ചൊല്ലിക്കൊടുക്കില്ല. അതിൻ്റെ ആശയം മാത്രം പറഞ്ഞു കൊടുക്കും. അത് പഠിച്ചോട്ടെന്ന് വരും. അതിൻ്റെ കാരണം ഗായത്രി ഉപദേശം അവർക്കുണ്ടാവില്ല. പുരസ്ചരണം ചെയ്ത് ശീലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. മന്ത്രമാതാവായ ഗായത്രിയിലേക്ക് പ്രവേശിച്ചാലാണ് ഉപാസന പറ്റുന്നത്. സന്ധ്യ തന്നെയാണ് ഗായത്രി. സന്ധ്യ തന്നെയാണ് സരസ്വതി. ഗായത്രീ നാമ പൂർവാന്നേ സാവിത്രി മധ്യമേ ദിനെ സരസ്വതീ ച സായാന്നേ സൈവ സന്ധ്യ ത്രിഷു സ്മൃത എന്നാണ് പറയുന്നത്. എഴുതുകയാണോ? ഗായത്രി നാമ പൂർവാന്നേ, പൂർവാന്നേ ആഗ്നേ ഹ ന ഇട സാവിത്രി മധ്യമേ ദിനെ സരസ്വതീ ച സഹായാന്നേ സൈവ സന്ധ്യ ത്രിഷു സ്മൃത. ത്രിഷു സ്മൃത. ഗായത്രി പൂർവാന്നത്തിലും പ്രഭാതത്തിലും ബ്രാഹ്മമുഹൂർത്തം, സാവിത്രി മധ്യാന്നത്തിലും സരസ്വതി സായാഹ്നത്തിലും ഉപാസിക്കപ്പെടുന്നു. വേദവ്യാസൻ വേറൊരു തരത്തിലും പറഞ്ഞിട്ടുണ്ട്. 3 സന്ധ്യയിലും ഗായത്രി ഉപാസിയാണെന്നാണ് വേദവ്യാസ വചനം. ഗായത്രിക്ക് 4 പാദങ്ങളാണ്. ചതുഷ്പാദ ഗായത്രി എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പദം തുരീയ പദമാണ്. ബോറടിക്കുന്നുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒരുപാട് കാര്യം വിട്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബോറടിക്കുന്നതെന്ന് ചോദിക്കുന്നു. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളെ ഞാനതിൽ നിങ്ങളോട് പറയുന്നുള്ളൂ. കാരണം വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. വളരെ ലിമിറ്റ് ചെയ്തിട്ട്. ഗായത്രി എന്ന് പറയുന്നത് ഓം ഭുർ ഭുവ സ്വ, അതുതന്നെയാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം അതാണ്. അതിൽ വ്യാഹൃതികളോട് കൂടിയ ഗായത്രി, അതായത് സപ്ത വ്യാഹൃതികളോട് കൂടിയ ഗായത്രി. ജ്ഞാത്വാ പദാനി ശ്രുത്വാധ തുരീയം പദമവ്യയം. ജ്ഞാത്വാ പദാനി ശ്രുത്വാ അധ തുരീയം പദമവ്യയം. ശ്രുത്വാ
അധ തുരീയം പദമവ്യയം. ബ്രാഹ്മണോ യാതിയൽ സാമ്യം പദം ജ്ഞാത്വാ തുരീയകം. പദം ജ്ഞാത്വാ തുരീയകം. തുരീയം പാദമേതസ്യ ജ്ഞാത്വാ തുരീയം പാദമേതസ്യ ജ്ഞാത്വാ യോപാസ്തിമാചരേത്. യോപാസ്തിമാചരേത്. സരത്നപൂർണാം സരത്നപൂർണാം പൃഥിവീം ഗൃഹ്ണന്നോ ദോഷഭാഗ് ഭവേത്. ഇതും ഭരദ്വാജൻ പറയുന്നതാണ്. ജ്ഞാത്വാപദാനി ശ്രുത്വാധ തുരീയം പദമവ്യയം ബ്രഹ്മണോ യാതിയൽ സാമ്യം പദം ജ്ഞാത്വാ തുരീയകം. തുരീയം പാദമേതസ്യ ജ്ഞാത്വാ യോപാസ്തിമാചരേത്. സരത്നപൂർണാം പൃഥിവീം ഗൃഹ്ണന്നോ ദോഷഭാഗ് ഭവേത്. ഗായത്രിയുടെ 3 പാദവും അറിഞ്ഞു കഴിഞ്ഞാൽ, ആയതിൻ്റെ അനുഭവമുണ്ടായാൽ, ഈ 3 പാദങ്ങളുടെ അറിവുണ്ടായാൽ, അനന്തരം നിത്യമായതും തുരീയ പാദവുമായ ശ്രവണം ചെയ്യണം. തുരീയം പാദം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഉപാസകൻ ബ്രഹ്മവുമായി താദാത്മ്യം പ്രാപിക്കുന്നു. ഗായത്രിയുടെ തുരീയം പാദത്തിൻ്റെ അനുഭവജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ പൃഥ്വിയെ, അതായത് പഞ്ചമസ്വരത്തെ ഉപാസിക്കണം. എന്നാൽ സർവദോഷമുക്തനായി സായുജ്യത്തിനധികാരിയാവുമെന്ന് ഭരദ്വാജൻ പറയുന്നതാണ്. അതാണ് ശ്രീവിദ്യ. ഇത് ഗായത്രി സ്പഷ്ട, അസ്പഷ്ട, അസ്പഷ്ടതര എന്ന് 3 വിധത്തിലുണ്ട്. ഗായത്രിക്ക് ഇത് മുണ്ടകാദി ഉപനിഷത്തുകളൊക്കെ പര അപര എന്നൊക്കെ വിദ്യയെ വ്യവച്ഛേദിച്ച് പറയുന്നതും ഇങ്ങനെയാണ്. സ്പഷ്ട എന്ന് പറയുന്നത് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ ശ്രീവിദ്യയിലേക്ക് പ്രവേശനം ഗായത്രി വഴി തന്നെയാണ്. അതിലെ ശ്രീവിദ്യയെ അവലംബിച്ചുള്ള കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ള സൗന്ദര്യ ലഹരി. അതുകൊണ്ട് ആ ശ്രീവിദ്യയുടെ ഒരു തലം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം പഠിക്കാൻ തുടങ്ങുന്നതിനും. ഗായത്രി എന്നത് ഏതാണ്ട് ആണെന്നൊരു കേൾവിയുണ്ടായി എന്ന് വിശ്വസിക്കാം. റൈറ്റ്? ഗായത്രിയാണ്. ഇപ്പൊ സമയം തൈ 5:50. 4:45 തുടങ്ങി. 4:45, 6:15 ഒരു എത്ര ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, 2-3 പേരെ ഇട്ടുപോയി. കാരണം അവർക്ക് വണ്ടിയുടെ പ്രശ്നമോ അതുപോലുള്ളവരുണ്ടെങ്കിൽ. തുരീയം പദം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് മാണ്ഡൂക്യം പറയും. അത് മന്ത്രത്തിനുമുണ്ട് അതുപോലുള്ള 4 പാദങ്ങൾ. ഗായത്രി മന്ത്രത്തിനും 4 പാദങ്ങളുണ്ട്. ആ 4 പാദങ്ങളിൽ
തുരീയം പാദം ഗായത്രിയുടേത് അനുഭവിച്ചറിയണം. ഗായത്രി ഉപാസന ചെയ്യുക എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രന് ഗായത്രിയെ ഉപദേശിച്ചു കൊടുത്തിട്ട് ആ ഗായത്രിയെ പുരസ്ചരണം ചെയ്തു വരുമ്പോൾ, നിത്യമായി പുരസ്ചരണം ചെയ്തു വരുമ്പോൾ മനസ്സിൻ്റെ ഓരോ അവസ്ഥകൾ കടന്നു വരും. ഒരു പൂണുനൂലിട്ട് അതിൽ താക്കോല് കെട്ടിക്കൊണ്ടിടന്നാൽ വാതിൽ തുറക്കാമെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ വല്ലയിടത്തും പോയിരുന്നു വല്ലതും കഴിക്കുമ്പോൾ ഇതെടുത്ത് പതുക്കെ ഒരു തുള്ളു തുള്ളിയാൽ അരയിലേക്ക് വരും. ആ സമയത്ത് ആരും കാണുകയില്ല, വല്ലതൊക്കെ തിന്നാം. പിന്നൊരു തുള്ളു തുള്ളിയാൽ ഇത് നേരെ മുകളിലോട്ട് കയറും. അങ്ങനെ ഉപയോഗിക്കുന്നതല്ല ഈ സാധനം. അങ്ങനെ ഉപയോഗിച്ചിരുന്നതല്ല മുമ്പുള്ളവർ. ഇത് കേരളത്തിൽ അങ്ങനെ അല്ലാത്തവരും ഇവരും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഭാഗത്ത് ബ്രാഹ്മണനാകാൻ മോഹിക്കുന്ന അബ്രാഹ്മണരും, മനസ്സിലായില്ല, ബ്രാഹ്മണനായിപ്പോയവനെ നിന്ദിച്ചുകൊണ്ട് ബ്രാഹ്മണനാകാൻ മോഹിക്കുന്ന അബ്രാഹ്മണൻ എന്ന് പറയുന്നതാണ് എൻ്റെ. അപ്പൊ രണ്ട് വികാരമായി ഇവനുള്ളത്. ഞാനാകാത്തതുകൊണ്ട് അവൻ ശരിയല്ലെന്നുള്ള ബോധവും ബ്രാഹ്മണ്യമാണ് ഉത്തമമെന്നുള്ള, താൻ അധമനാണെന്നുള്ള ബോധവും ഒന്നിച്ചു കിടക്കുന്ന ഒരു വർഗവും, അവരുടെ ഇടയിൽ ജീവിക്കാൻ തത്രപ്പെടുന്ന, താൻ ബ്രാഹ്മണരാണെന്ന് അഭിമാനിക്കുന്ന ബ്രാഹ്മണ്യം പോയ ബ്രാഹ്മണനും, മനസ്സിലായില്ല, കൂടെ കെട്ടിമറിയുന്ന ഒരു കേരളത്തിൽ ഇതിന് പ്രസക്തി ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അതിന് വെളിയിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്കിത് പഠിക്കാൻ പോലും പറ്റില്ല. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു ജാതി വിചാരമാണ് വരുന്നത്, വർണ്ണവിചാരമല്ല. ആ ചോദ്യം വന്നുകൊണ്ട് പറയുകയാണ്, ഈ വർണ്ണവിചാരം എഴുതിയ മുക്കുവത്തിയുടെ മകൻ ബ്രാഹ്മണ്യത്തെ വളരെ ഉയരത്തിലാണ് പറഞ്ഞത്. അപശൂദ്രാധികരണമൊക്കെ എഴുതിയത് വ്യാസനാണ്, ശ്രീശങ്കരനല്ല. വ്യാസനെയല്ല ആളുകൾ തെറി വിളിക്കുന്നത്, ശങ്കരനെയാണ് അപശൂദ്രാധികരണത്തിന്റെ പേരിൽ. ശങ്കരൻ എഴുതിയതല്ല സാധനം, ശങ്കരൻ അതിന്റെ ഭാഷ്യം മാത്രമേ എഴുതിയുള്ളൂ. അത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ആ സൂത്രം എടുത്തിട്ട് വേറൊരാൾക്ക് ഭാഷ്യം എഴുതാം. സൂത്രകാരനെ അല്ല ചീത്ത വിളിക്കുന്നത്, ഭാഷ്യകാരനെയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതാണ് ഇതിന്റെ വ്യതിയാനം. സൂത്രകാരൻ വ്യാസനാണ്. അദൃശ്യന്തി എന്ന ചണ്ടാലിയിൽ ജനിച്ച പരാശരന് മുക്കുവത്തരുണിയായ കാളിയിൽ ജനിച്ച വ്യാസനാണ് എഴുതിയത്. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക. പക്ഷെ നിങ്ങളിൽ നിന്ന് വ്യാസനുണ്ടായിരുന്ന ഒരു വ്യത്യാസം, അദ്ദേഹത്തിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലായിരുന്നു. നിങ്ങൾക്കത് വളരെ കൂടുതലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ചണ്ടാലനാണെന്നുള്ള ബോധമുണ്ട്. അതിനി ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ കുഴപ്പം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എന്നെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോ ഗായത്രിയിൽ അത് വിധിയാം വണ്ണം ഉപാസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിലെ തുരീയം പദം ബോധ്യമാവും. അങ്ങനെ ബോധ്യമായാൽ അതിൻ്റെ അനുഭവമുണ്ടാവും. ഗായത്രിയുടെ സ്പഷ്ടം, അസ്പഷ്ടം, അസ്പഷ്ടതരം. സ്പഷ്ടരൂപമാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 3 മിക്കവാറും പറയുന്നത്, 4 പറയാം. 4 വേദങ്ങളിലും
അതുപോലെ തന്നെ 6 ശാസ്ത്രങ്ങളിലും ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയത് വേദവിദോ വദന്തി പരാ ചൈവ അപരാച. മഹാശാലനായ ശൗനകൻ അങ്കിരസ് എന്ന മുനിയുടെ അടുക്കലെത്തി. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയും. കസ്മിനു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പറയുമ്പോഴാണ് പറഞ്ഞത് വിദ്യ രണ്ടാണ്, ഒന്ന് പര, ഒന്ന് അപര. അപരാവിദ്യയിലാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ഉള്ളത്. അതിനുമപ്പുറത്ത് ശ്രേഷ്ഠമായ പര അക്ഷരമാണ്. അത്യന്തം രഹസ്യതമവും 4 വേദങ്ങളിലും ശ്രേഷ്ഠവും ഗുരുമുഖത്തു നിന്ന് മാത്രം അറിയുന്നതുമാണ് അസ്പഷ്ടരൂപം. അതിനെയാണ് ഷോഡശി, ശ്രീവിദ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സൂക്ഷ്മതര അസ്പഷ്ടതരമായ ഗായത്രി പഞ്ചദശാക്ഷരി. അതിനും അപ്പുറമാണ്, പഞ്ചദശാക്ഷരിക്കും അപ്പുറമാണ് ശ്രീവിദ്യയിലെ അവസാനത്തെ ശബ്ദം. അതാണ് ഗുരുവിൽ നിന്ന് തന്നെ നേടണം എന്ന് നിർബന്ധമുള്ളത്. അസ്പഷ്ട എന്ന സൂക്ഷ്മഗായത്രി തുരീയ പാദരൂപവും കൂടിയാണ്. അതല്ലേ ചോദിച്ചത്, തുരീയ എന്താണെന്നല്ലേ ചോദിച്ചത്. അതാണ് തുരീയം പദം. അത് ത്രൈവർണികരാൽ വളരെ പൗരാണിക കാലം മുതൽ ഉപാസിച്ചു പോരുന്നതാണ്. അതിൽ കർമ്മകാണ്ഡാനുസാരം, ഉപാസനാകാണ്ഡാനുസാരം, ജ്ഞാനകാണ്ഡാനുസാരം ഒക്കെ വ്യവച്ഛേദിച്ച് അതിനെ അവർ പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ അതിൽ നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം എന്നൊക്കെ തിരിക്കും. നമ്മുടെ കർമ്മങ്ങൾ എടുത്താൽ നിത്യകർമ്മങ്ങൾ, എല്ലാ ദിവസവും മാറ്റമില്ലാതെ ചെയ്യേണ്ട കർമ്മങ്ങൾ, ബാഹ്യാഭ്യന്തര ശുചിക്കായി വേണ്ടുന്ന നിത്യകർമ്മങ്ങളുണ്ട്. ദന്തധാവനം, ശൗചം, പിന്നെ അഭ്യംഗം, കുളി, ഇതെല്ലാം നിത്യകർമ്മങ്ങളിൽപ്പെട്ടതാണ്. സ്വാധ്യായം, പ്രവചനം, ഇതൊക്കെ നിത്യകർമ്മത്തിൽപ്പെട്ടതാണ്. സ്വാധ്യായവും പ്രവചനമൊന്നും ഇന്ന് ഉള്ളവരുടെ നിത്യകർമ്മത്തിൽ പെടുന്നില്ല. പക്ഷെ ഗുരുകുലത്തിൽ പഠിച്ചവരാണെങ്കിൽ അവർ സ്വാധ്യായം ചെയ്യാതിരിക്കില്ല. കുറച്ച് സമയമെങ്കിലും നിത്യവും സ്വാധ്യായം ചെയ്യണം. ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ വ്യാകരണമൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പണിയുടെ വ്യാകരണ സൂത്രങ്ങൾ രാവിലെ സ്വാധ്യായം ചെയ്യും. ഭക്തി ഉള്ളവരാണെങ്കിൽ ഭക്തിസൂത്രങ്ങൾ, അഥ ഭക്തിയും വ്യാഖ്യാസ്യാമ തുടങ്ങിയ സൂത്രങ്ങൾ നിത്യവും പാരായണം ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്തോത്രങ്ങൾ പാരായണം ചെയ്യും. ആയുർവേദ നിലയിലുള്ള ഭിഷഗ്വരന്മാരോ വിദ്യാർത്ഥികളോ ഒക്കെ ആണെങ്കിൽ ചരകം, സുശ്രുതം, വാഗ്ഭടം മുതലായവയിലെ ശ്ലോകങ്ങൾ നിത്യം പാരായണം ചെയ്യും. അങ്ങനെയാണിത് ഹൃദയസ്ഥമാക്കുന്നത്. അപ്പം അങ്ങനെ നിത്യവും സ്വാധ്യായങ്ങൾ, അത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ ഒരു ദിവസം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ സാധാരണ ഇത് ശീലമില്ലാത്ത ആളുകൾ തുടങ്ങുമ്പോൾ 2-3 ദിവസം തുടങ്ങുമ്പോൾ കാല് വേദനിക്കാൻ, അപ്പം നിർത്തും. ചിലർക്കൊരു പനി വരും, അപ്പോൾ ഒരു കാരണമായി പനി വന്നു നിർത്തും. ചിലരിത് വായിക്കാനിരിക്കുമ്പോൾ ആരെങ്കിലും വന്നു, അതുകൊണ്ട് നിർത്തിയതാണ്. സ്വാധ്യായം ചെയ്യാതിരിക്കരുത്. ഒരാളെയെങ്കിലും എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. പ്രവചനവും അനിവാര്യമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്നാണ് തൈത്തരീയ ശ്രുതി പറയുന്നത്. സ്വാധ്യായവും വേണം, പ്രവചനവും വേണം. ഇത് രണ്ടും അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് നിത്യകർമ്മങ്ങളിൽ പെടുന്നതാണ് അതെല്ലാം. നൈമിത്തിക കർമ്മങ്ങളുണ്ട്, നിമിത്തമായി വന്നു ചേർന്ന കർമ്മം. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് വന്നു ചേരുമ്പോൾ ചെയ്തിരിക്കും. അങ്ങനെ കുറേ കർമ്മങ്ങളുണ്ട്, നൈമിത്തികങ്ങളാണവ. പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് മറന്നു. അതുപോലെ തന്നെ കാമ്യകർമ്മങ്ങളുണ്ട്, ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. അവ തീരണമെന്നുണ്ടെങ്കിൽ വിധി ഉണ്ടാവും, വൈദിക വിധി നോക്കും. അതനുസരിച്ച് ചെയ്താലേ അവ ശമിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കാമ്യകർമ്മങ്ങൾ അസ്തമിക്കില്ല. കുട്ടിയുണ്ടാകണം, അതൊരാഗ്രഹമാണ്. വിവാഹം അതൊരാഗ്രഹമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? പ്രാചീനർ അതേപ്പറ്റി ചിന്തിച്ചു. ജീവികൾക്ക് എന്തുകൊണ്ടാണ് ദമ്പതിക്രിയയിൽ ആഗ്രഹം ജനിക്കുന്നത്? പൂർവന്മാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ധനം സമ്പാദിക്കാൻ എന്തിനാണ് ആഗ്രഹം ഉണ്ടാകുന്നത്? അവരതേപ്പറ്റി ചിന്തിച്ചു. വിത്തം മേ സ്യാത്, അപ്പൊ അവർ നോക്കിയപ്പോൾ അത് കർമ്മത്തിനാണ്. വിത്തം മേ സ്യാദഥ കർമ്മ കുർവീയ. അതുകൊണ്ട് അവർ പൈസ കയ്യിൽ വന്നാൽ ഏത് കർമ്മത്തിൽ ആഗ്രഹമുണ്ടോ അത് വിധിയാം വണ്ണം അങ്ങ് ചെയ്തു തീർക്കും, ഭംഗിയായി. അങ്ങനെ ചെയ്താൽ മനസ്സ് ശാന്തമാവും. കയ്യിൽ പൈസ വന്നു, പൈസയിൽ ആഗ്രഹം നിൽക്കുകയാണെങ്കിൽ കർമ്മം വിധിയാം വണ്ണം ചെയ്യില്ല. അപ്പോൾ കോൺട്രാക്ടറോട് പറയും, 15 ചട്ടിക്ക് ചട്ടി മണലിന് 1 ചട്ടി സിമെന്റ് ഇട്ട് തേച്ചാലും പോരെ, ഇതൊക്കെ കാണിച്ചു വെച്ചാൽ പോരെ. അപ്പോൾ കർമ്മം തീരുകയില്ല. കർമ്മം അവിടെ കിടക്കും, പണവും അവിടെ കിടക്കും. അത് വിധിയാം വണ്ണമല്ല. സാധാരണ പറഞ്ഞാൽ വൈദിക വിധി ഓരോന്നിനും ഇങ്ങനെയുണ്ട്. സിമെന്റ് ചേർക്കുന്നതിലല്ല, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ വിധിയാം വണ്ണം കർമ്മത്തെ ചെയ്താലാണ് കർമ്മം ശമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജായാമേ സ്യാദ്, എനിക്ക് ജായയെ വേണം, ഭാര്യയെ വേണം. എന്തിനു വേണ്ടി? പ്രജാം പ്രജായേയ. ആലോചിച്ചപ്പോൾ ഒരു പ്രജയ്ക്ക് വേണ്ടിയാണ് വിവാഹം കഴിച്ചത്. അതല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവില്ല. എനിക്കിനിയും കർമ്മം ചെയ്യാനുണ്ട്, എൻ്റെ കാലം കൊണ്ട് തീർക്കാനുള്ള കർമ്മമല്ല എൻ്റെ സ്വപ്നങ്ങളിൽ കിടക്കുന്നത്. എൻ്റെ വാസനയോടുകൂടി മറ്റൊരാളിനെ ഈ കർമ്മം ഏൽപ്പിച്ചാൽ പ്രയോജനപ്പെടില്ല. എൻ്റെ കർമ്മം
എൻ്റെ ജീവിതകാലത്ത് തീരുന്നില്ല. ഞാൻ നിഷ്കാമ കർമ്മമല്ല അനുഷ്ഠിക്കുന്നത്, കാമ്യകർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മവും കാമ്യമാണ്. അത് ആ കാമം തീരാതെ കിടക്കുമ്പോൾ ആ കാമമുള്ള എനിക്ക് പുനർജനി തേടണം, എന്നെ എനിക്ക് ജനിപ്പിക്കണം. ഞാൻ അതുകൊണ്ട് എൻ്റെ ജായയിൽ എന്നെ തന്നെ ജനിപ്പിക്കുന്നവളിൽ, ഭാര്യ ജായയാണ്, അവളിൽ ഞാൻ തന്നെ ജനിച്ച് ഈ കർമ്മം തുടരും. ഇതാണ് വിധിയാം വണ്ണമുള്ള വഴി. ഇന്ന് ദൈവാധീനത്തിന് ജായയിൽ ഭർത്താവ് ജനിക്കാറില്ല. അതുകൊണ്ട് ഇയാൾ ഉണ്ടാക്കി വെച്ച കർമ്മം തട്ടിത്തകർത്ത് മറ്റവൻ പോകുന്നത് കണ്ട് ദുഃഖിച്ച് മരിക്കുന്നവനാണ് എല്ലാ തന്തയും. പിന്നെ പുതിയ ജനാധിപത്യ നിയമം അനുസരിച്ച് ഭാര്യയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നീ എന്നെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞല്ലേ നമ്മൾ രണ്ടുപേരുടെ അഗ്നിസാക്ഷിയായി പ്രദക്ഷിണമൊക്കെ വെച്ചത്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കി, പ്രദക്ഷിണം വെച്ച് നീ എന്നെ തീയിൽ ചാടിക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയാനുള്ള തൻ്റെ ഇടവും ഉണ്ടാവില്ല. നിയമങ്ങൾ അതിന് അനുകൂലവുമല്ല. അപ്പോൾ ഇവിടെ ലക്ഷ്യം വേറെയാണ്, ഇന്നുള്ള ലക്ഷ്യമല്ല. ജായാമേ സ്യാദ് അധ പ്രജാം പ്രജായേയ. പ്രജയായിട്ട് ജനിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് വിധിയാം വണ്ണമാണ്. കാമ്യകർമ്മങ്ങൾ അങ്ങനെ വിധിയാം വണ്ണം തീരണം. നിഷിദ്ധ കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്തതാണ്. ഒട്ടു വളരെയുണ്ട്. അവ ലിസ്റ്റിൽ പെട്ടവയുണ്ട്, പെടാത്തവയുണ്ട്. 4 നിലയുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തുപ്പരുത് എന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന നിഷിദ്ധ കർമ്മമല്ല. പക്ഷെ അത് നിഷിദ്ധമാണ്. കാരണം താഴെ ആളുകളുണ്ടാവും. മനസ്സിലായി? ടെറസിൽ കയറി നിന്ന് താഴോട്ട് മൂത്രം ഒഴിക്കരുത്. അതൊന്നും നിഷിദ്ധ കർമ്മങ്ങളുടെ പട്ടികയിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അവയൊക്കെ നിഷിദ്ധമാണ്. അത് സാമാന്യ ജ്ഞാനത്തിന് വരുന്ന നിഷിദ്ധ കർമ്മങ്ങൾ ഒട്ടു വളരെയുണ്ട്. എഴുതി വെച്ചവ തന്നെ ഒട്ടേറെയുണ്ട്. ഇങ്ങനെ കർമ്മങ്ങളുടെ ലോകം വളരെ വിപുലമാണ്. ഈ കർമ്മങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വേദവാക്യങ്ങളും സ്മൃതി വാക്യങ്ങളും ജൈമിനി സൂത്രങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കർമ്മകാണ്ഡം. വളരെ വിപുലമാണ്. പെട്ടെന്ന് കയറി വരുന്നവ, പെട്ടെന്ന് അത്യാവശ്യമായി വരുന്നവ, നിമിത്ത സൂചനമായി വരുന്നവ. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലത് കയറി വരും. അങ്ങനെ വരുന്നവയാണ് നിമിത്ത കർമ്മങ്ങൾ എന്ന് പറയും. അത്തരം കർമ്മങ്ങളുമുണ്ട്. അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം ചേർന്നതാണ് കർമ്മകാണ്ഡം. വളരെ വിപുലമായി. അപ്പോൾ ഗായത്രിയെ എടുക്കുമ്പോൾ സ്പഷ്ടം, അസ്പഷ്ടം, അസ്പഷ്ടതരം, അതിനെ കർമ്മകാണ്ഡത്തെ ആസ്പദമാക്കി അതിലേതെല്ലാം ലോകങ്ങളുണ്ട്, അത് കഴിഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മതരത്തിൽ ഏതെല്ലാം ലോകങ്ങളുണ്ട്, ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാലാണ് എളുപ്പം. ഇനി അസ്പഷ്ടത്തിനുപരി ശ്രീവിദ്യ എന്ന രണ്ടാമത്തെ രൂപം, അവിടെ പര അപര എന്ന് 2 പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. പരാവിദ്യയും അപരാവിദ്യയും രണ്ടും മോക്ഷമിച്ഛിക്കുന്നവൻ അറിയണം. അതുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം പറഞ്ഞത്. ഇത് പഠിക്കാൻ പോകുന്നവൻ ഇത് രണ്ടും അറിയണം. മാത്രമല്ല, അതിൽ കർമ്മകാണ്ഡം പഠിക്കുമ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളും അറിയണം. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും അവയുടെ ധർമ്മവും അറിയണം. ബ്രാഹ്മണ്യം, ക്ഷാത്രം, വൈശ്യം, ശൂദ്രം, ഈ 4
വർണ്ണധർമ്മം അറിയണം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസമെന്ന 4 ആശ്രമധർമ്മവും അറിയാം. ഇവയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇന്ന് കാണുന്ന ഇവയുടെ പേരിലുള്ള മിമിക്രിയിൽ നിന്ന് തീരുമാനം എടുക്കരുത്. മനസ്സിലായില്ല? പണ്ടുള്ള ആളുകളെ മിമിക്രി സ്റ്റേജിൽ ഒറിജിനലിലേക്ക് കാണാൻ സുഖമുള്ളത് മിമിക്രിയാണ് അല്ലേ? അച്യുതാനന്ദനെയോ ഉമ്മൻചാണ്ടിയെയോ ഒക്കെ നേരിട്ട് കണ്ടാൽ വലിയ സുഖമൊന്നുമില്ല. പക്ഷേ അവരെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ കാണാൻ, ഇപ്പം അച്യുതാനന്ദനെയോ ഉമ്മൻചാണ്ടിയെയോ ഒക്കെ ഒരു പ്രഭാഷണ സ്ഥലത്ത് പോയിരുന്ന് നിങ്ങൾ കണ്ടാൽ ചിരിക്കുമോ? ഒരിക്കലും ചിരിയും വരികയില്ല, സന്തോഷവും വരികയില്ല. നേരെ മറിച്ച് അവരെയൊക്കെ, അച്യുതാനന്ദനെ, ഉമ്മൻചാണ്ടിയെ, മോഡിയെ, മൻമോഹൻ സിംഗിനെ ഒക്കെ ഒരാൾ മിമിക് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ കൈകൊട്ടും, ചിരിക്കും, ഇല്ലേ? അവർ കണ്ടാലൂടെ ചിരിക്കും. ചിലർക്ക് ദേഷ്യം വരും, ഇല്ലേ? ചിലർക്ക് ദേഷ്യം വരും. പുറത്ത് കാണിക്കുന്നവരും ഉണ്ട്, ചിലർ പുറത്ത് കാണിക്കുകയില്ല. പുറത്ത് കാണിക്കുന്നവരും ഉണ്ട്. ചിലപ്പോൾ 2 പേരെ വിട്ട് 2 കൊടുക്കുകയും ചെയ്യും. ചിലർ അത് ആസ്വദിക്കും. അപ്പോൾ ആസ്വാദനമാകുന്നത് അതിൻ്റെ മിമിക്കാണ്. ഇപ്പം നമ്മൾ കാണുന്നത് പലതും നമുക്ക് ആസ്വാദ്യജനകമാകുന്നതും അതിനെ വിമർശിക്കുവാനോ ആസ്വദിക്കുവാനോ കഴിയുന്നതും അത് മിമിക്രി ആയതുകൊണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ തീരുമാനം എടുക്കരുത്. വൈദികമായി അതൊന്നുമല്ല ഈ സാധനം. വർണ്ണാശ്രമധർമ്മങ്ങളുടെ പൊരുളറിയണം. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. തർക്കമില്ല. വർണ്ണാശ്രമധർമ്മങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വാസനകൾക്ക് ശാന്തിയില്ല. വർണ്ണാശ്രമങ്ങൾ ഒരേ വ്യക്തിയിൽ എല്ലാം വന്നു മറയാറുണ്ട്. ചിലത് വന്നു മറയാറുണ്ട്. അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഭഗവത്ഗീത തുടങ്ങിയ സ്മൃതി ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ, ശ്രുതിഗ്രന്ഥങ്ങൾ, ഇവയിലൊക്കെ ഇതിൻ്റെ വിസ്തൃത വർണ്ണനമുണ്ട്. എടുത്ത് ആ ഭാഗങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായത്തിന് 2 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളുടെ ശാങ്കര ഭാഷ്യം വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ ഭാഗങ്ങൾ 18-ൽ കുറച്ച് വിസ്തൃതമായി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. 4-ാം അധ്യായത്തിൽ ശ്ലോകസംഖ്യ എനിക്ക് കൃത്യ ഓർമ്മ പോരാ, എങ്കിലും 13 തോന്നുന്നു. അതൊരു നമ്പറിന് പറഞ്ഞതായി കൂട്ടിയാൽ മതി. അവിടെ ഗുണകർമ്മങ്ങളെ ആസ്പദമാക്കി അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ശ്ലോകം. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശാല. ഇവയുടെ ശങ്കരഭാഷ്യം എടുത്ത് പഠിച്ചാൽ കുറച്ച് വിസ്തൃതമായി ഉണ്ട്. ഗുരുവായൂർ ദേവസ്വം ഇറക്കിയിട്ടുണ്ട്. മറ്റേ ചിദാനന്ദപുരി സ്വാമി ഇറക്കിയിട്ടുണ്ട്. ചിദാനന്ദപുരി സ്വാമി ഇറക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്. ചിദാനന്ദപുരി സ്വാമി ഇറക്കിയിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കര സദാനന്ദാശ്രമം ഇറക്കിയിട്ടുണ്ട്.
അവിടെയല്ലോ 9 അധ്യായം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-ാം അധ്യായം കിട്ടുമോ? 2 3-ാം അധ്യായം കിട്ടും. 3-ഉം 4-ഉം കിട്ടും. അപ്പോൾ കൊട്ടാരക്കര ആശ്രമം ഇറക്കിയിട്ടുണ്ട്, അവധൂത ആശ്രമം ഒരു ഫുൾ ഇറക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഫുൾ ഇറക്കി. വേറെ ആരൊക്കെയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് നിങ്ങൾ വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും. വർണ്ണധർമ്മവും ആശ്രമധർമ്മവുമാണ് ഇതിൻ്റെ കോർ. അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത് എല്ലാവരും, പ്രാചീന ഭാരതീയരെല്ലാവരും. അതിന് വെളിയിൽ നിന്ന് വ്യാഖ്യാനിക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. അവിടെയാണ് ഉപാസന നഷ്ടമാകുന്നത്. അതിന് കാരണം ശ്രുതിസ്മൃതികളൊക്കെ ബ്രാഹ്മണൻ്റെതാണെന്ന് ഒരു ധാരണ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ നേടിയ വളരെ അബ്രാഹ്മണർ ബ്രാഹ്മണ്യത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ വ്യാഖ്യാനങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. ശ്രുതിയെയോ സ്മൃതിയെയോ വ്യാഖ്യാനിക്കുവാനല്ല അവർ ശ്രമിച്ചത്, മറിച്ച് അതിനെ ഉപയോഗിച്ച് തങ്ങളുടെ എതിർപ്പ് ശക്തമാക്കാനാണ് ശ്രമിച്ചത്. അത് വായിച്ച് ഗതികിട്ടാപ്രേതങ്ങളായി നടക്കുക എന്നുള്ളതാണ് ഭക്തവൃന്ദങ്ങളുടെ വിധി. അത് സംഭവിക്കാതിരിക്കണം എങ്കിൽ നിങ്ങൾ ഇത് രണ്ടും ഉൾക്കൊണ്ടാൽ മാത്രമേ പറ്റൂ. അത് നിഷ്പക്ഷമായി ഉൾക്കൊണ്ടാൽ മാത്രം. അത് ഈ ബ്രിട്ടീഷ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ്. കാരണം എന്താ വെച്ചാൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഭരിക്കണമെങ്കിൽ ഭിന്നിപ്പിക്കണമായിരുന്നു. ഭിന്നിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി വെള്ളക്കാരും കറുത്ത വർഗക്കാരുമെന്ന് പറഞ്ഞ് ഭേദബുദ്ധി ഉണ്ടാക്കിയ യൂറോപ്യൻസിന് അവരുണ്ടാക്കിയ ഭേദബുദ്ധി പോലൊരു ഭേദബുദ്ധിയാണ് ഇവിടുത്തെ വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ വളരെ എളുപ്പം കഴിഞ്ഞു. അവരുടെ സ്ഥാനമാനങ്ങൾ ഉൾക്കൊണ്ട ആളുകൾക്ക് തങ്ങളുടെ ആളുകളെ അങ്ങനെ പറഞ്ഞ് തിരിക്കുവാനും വളരെ നേരത്തെ കഴിയും. അതുകൊണ്ട് മാത്രമല്ല, ആ സമയത്ത് ഇത് ശരിയാവണ്ണം പഠിക്കാത്ത ഇത് കൈകാര്യം ചെയ്യുന്നവരും അതിനനുഗുണമായി ചെയ്തു. അതുകൊണ്ട് ആ ഭിന്നിപ്പിക്കൽ വളരെ ശക്തമായി എല്ലാ ഭാഗത്തും ഉണ്ട് അതിൻ്റെ തെറ്റ്. ഇത് ശാസ്ത്രം കയ്യിലിരുന്നതായ അന്നത്തെ ആളുകൾ, അന്നത്തെ ക്ഷത്രിയർ, അന്നത്തെ ബ്രാഹ്മണർ എന്നൊക്കെ അറിയപ്പെട്ട ആളുകളിൽ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതിൽ ഭരണാധികാരികൾ വേണ്ടത്ര സഹായം ചെയ്തു. അതുകൊണ്ട് തെറ്റ് അവരുടെ കയ്യിലുണ്ട് നല്ലപോലെ. അതേപോലെ തന്നെ ഇവരെ തിരിക്കുന്നതിൽ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പ്രാചീന സംസ്കൃതിയുടെ ഉപാസനയൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ക്ലേശം വളരെയുണ്ട്. പ്രയോജനം ഉണ്ടാകണമെങ്കിൽ പ്രയോജനമൊന്നും വേണ്ട, പഠിച്ചാൽ മതിയെങ്കിൽ ശ്ലോകമൊക്കെ ഞാൻ ചൊല്ലിത്തരാം. അത് പോരായെങ്കിൽ മാത്രമാണ് ഇത് ആഴത്തിൽ പഠിക്കുന്നത്. ശരിയാണോ പറഞ്ഞത് എന്ന് നല്ലപോലെ നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിക്ക് സമ്മതമായെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അത്രേ ഉറപ്പില്ല പറയും. അപ്പോൾ പരാവിദ്യ അപരാവിദ്യ രണ്ടും മുമുക്ഷു അറിഞ്ഞിരിക്കണം. പരാവിദ്യ പ്രാപ്തിക്ക് അനുകൂലമായ വിദ്യയാണ് അപര. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഈ കർമ്മകാണ്ഡവും ഒക്കെ മോക്ഷത്തിന് അനിവാര്യമാണ്. അതിനാണിത് രണ്ടും. ഒരുവന്റെ ജന്മാന്തര വാസന നിമിത്തം ഒരുവന് ഒരു ജന്മാന്തര വാസനയുണ്ടാവും. അതാണ് ഭാരതീയ ചിന്തയിൽ ഉപാസനയുടെ കർമ്മകാണ്ഡബദ്ധമായ ലോകം ഉണരുന്നത് അവിടെയാണ്.
അതാണ് നിങ്ങൾ മറന്നു പോകരുത്. ഒരു ജന്മാന്തര വാസന കൊണ്ട് അഭിനിവേശപൂർവകമായ ശ്രദ്ധ ഒരു ദേവതയിലുണ്ടാവും. ഏത് മനുഷ്യനും. ഏത് മനുഷ്യനെ എടുത്താലും ആ മനുഷ്യനുണ്ടാവും. അതാണ് അവൻ്റെ ഉപാസ്യ ദേവത. അതിനെ ഉപാസിച്ചാൽ മാത്രമേ ഫലം കിട്ടൂ. ഒരുവന്റെ ജന്മാന്തര വാസന കൊണ്ട് അഭിനിവേശപൂർവകമായ ശ്രദ്ധ ഒരു ദേവതയിലുണ്ട്, വളരെ ചെറുപ്പം മുതൽ. അതുകൊണ്ടാണ് അച്ഛനമ്മമാരെ അനുസരിച്ചും കുടുംബത്തിൽ ജീവിച്ചും ഒക്കെ വരുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ഉപാസന അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്നത് ഈ മൂലബിന്ദുവിന്. നിങ്ങൾക്ക് ഏതൊന്നിലാണ് അഭിനിവേശമുള്ളത്? അനേക ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ്. മനുഷ്യന്റെ വാസനയ്ക്കനുസരിച്ചാണ് ഈ 33 കോടി ദേവതാ സങ്കല്പങ്ങൾ ഇന്ത്യയിലുണ്ടായത്. അത് തിരിച്ചറിയാത്തത് നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സിനെ അന്തർമുഖമാക്കുന്നതിന് പകരം നിങ്ങൾ ബഹിർമുഖമാക്കി നിസ്സാരങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയത്. ഇപ്പോൾ ഈ സ്റ്റേജിലിരുന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് പല ദേവതകളെയും അംഗീകരിക്കാനാവില്ല. ചില ദേവതകളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും, അവയെ ന്യായീകരിക്കാൻ പറ്റും, അവയ്ക്ക് വേണ്ടി നിങ്ങൾ വാദിക്കും. അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ദേവത. അതാണ് ഉപാസ്യ ദേവത. അതൊന്നോ അതിലധികമോ ആവാം. കാലം മാറുന്നതനുസരിച്ച് മാറാം. ഒരാളിൽ തന്നെ പല ദേവതകളോട് മാറി മാറി പ്രിയമുണ്ടാകാം. അപ്പോൾ ഉപാസ്യ ദേവത ഒരു കാലത്തേക്കൊന്നാകാം, വേറൊരു കാലത്തേക്ക് വേറൊന്നാവാം. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കാൻ ഒന്നായിരിക്കണ്ടേ? ഇല്ല. നിങ്ങളുടെ വാസന മാറുമ്പോൾ ആ ദേവത മാറും. മാറിയത് കൊണ്ട് നിങ്ങളുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരില്ല. ഏകാഗ്രത ഉപാസനയാണ് തരുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നത്. അത് കാരണം വെച്ചാൽ ഉയർച്ചയാണ്. ഒന്നിനെ ഉപാസിച്ച് ആ സമയത്ത് നിങ്ങളുടെ അഭിനിവേശം കുറഞ്ഞാൽ ആ ദേവതയെ പിന്നെ നിങ്ങൾ ഉപാസിക്കുന്നില്ല. അപ്പോഴാണ് നിങ്ങളുടെ സങ്കല്പം മാറി, വാസന മാറി, വേറൊരു സ്വഭാവമുള്ള ഒന്നിനെ ഉപാസിക്കാൻ താല്പര്യം വരുന്നത്. അത് വാസനയുടെ മാറ്റമാണ്. നിങ്ങളുടെ വാസന ഒരു സമയത്ത് അമ്മയുടെ സാരിത്തുമ്പിൽ കടിച്ചു തൂങ്ങി നടന്ന നിങ്ങൾ അമ്മയോട് നിങ്ങൾ തള്ളേ എന്നെ പ്രസവിക്കാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് ചീത്ത വിളിക്കുന്നത് വേറൊരു സാരിത്തുമ്പിനോട് ഇഷ്ടം തോന്നിയോണ്ടാ. മനസ്സിലായില്ല? അപ്പം നിങ്ങളുടെ വാസന മാറിയത് കൊണ്ടാണ്. വാസന മാറിയെങ്കിലും മുമ്പ് നിങ്ങളിൽ കാണുന്ന പ്രിയം വേറൊരു പ്രിയമായി ഇപ്പോഴും കിടക്കുകയാണ്. മനസ്സിലായില്ല? ഇത്രയുള്ളതിൻ്റെ വ്യത്യാസം. മുമ്പ് അമ്മ പറഞ്ഞാൽ അയൽവക്കംകാരനെ തല്ലാൻ പോകുമായിരുന്നു. അമ്മ പറയണ്ട, അമ്മയെ അവൻ ചീത്ത വിളിച്ച് ഞങ്ങൾ വാക്കത്തിയായിട്ട് ആടുമായിരുന്നു. ഇപ്പം അവൻ അമ്മയെ തല്ലാനായിട്ടൊരുങ്ങുകയാണെങ്കിൽ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടപെടാവുന്നതായിരുന്നു. മനസ്സിലായില്ല? മറിച്ച് അവൻ അവിടെ നിന്ന് നിങ്ങളുടെ കമിതാവിനെ വല്ലതും പറഞ്ഞാൽ എൻ്റെ കൊടലുമാല എടുക്കും. മനസ്സിലായില്ല? രണ്ടും ഒരേ ഇതാണ്. അപ്പോൾ ആ ഉപാസന മാറി വരുന്നു. എന്തുകൊണ്ട് മാറി? വാസന മാറി. ഈ വാസനയെയാണ് മാറ്റിയെടുക്കാൻ ഭാരതീയ ആചാര്യന്മാർ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞുതരാവുന്നത്. മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിലും ലളിതമാക്കാൻ എനിക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് ഉപാസ്യ ദേവത എന്നതാണ്. ആ ഉപാസ്യ ദേവതയിൽ ഒരുവന് വാസന കൊണ്ട് അത്യന്തം അഭിനിവേശമായ ശ്രദ്ധ ഏത് ദേവതയിലുണ്ടാകുന്നുവോ അതവൻ്റെ ഉപാസ്യ ദേവതയാണ്. ശ്രദ്ധയനുസരിച്ച് അനേകം ദേവതകൾ തന്നെ
ഒരു ജന്മത്തിൽ ഉപാസ്യമാവാറുണ്ട്. ഒരുവന് തന്നെ ഉപാസനയിൽ ഏറ്റവും ഉപാസനയ്ക്ക് കാരണമായി അവനിൽ അന്തർമുഖമായി കിടക്കുന്നത് അവൻ്റെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന അറിയുന്ന മൂന്നവസ്ഥകളും അസ്പഷ്ടതരമായ തുര്യയുമാണ്. അതിനെ പ്രകടമാക്കുന്നത് ഓംകാരമാണ്. അകാരം, ഉകാരം, മകാരം, ബിന്ദു, നാദം. അത് ദേവതാരൂപത്തിൽ അവനിൽ കുടികൊള്ളുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, പരമശിവൻ, പരാശക്തി. ഇങ്ങനെയാണ് അതിൻ്റെ കടം. ഇത് വെച്ചാണ് ദേവതാ ഉപാസനയുടെ തലങ്ങൾ രൂപപ്പെടുന്നത്. ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് വിട്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവ ഇതിൻ്റെ ഇടയിൽ നിന്ന് വായിച്ചെടുക്കണം. പ്രണവം, ഓംകാരം. ഓംകാരത്തിന് അകാരം ബ്രഹ്മാവ്, ഉകാരം വിഷ്ണു, മകാരം രുദ്രൻ, തന്നെ ബിന്ദു അത് പരമശിവൻ, നാദം ശുദ്ധ ശക്തി. അതിലെ ബിന്ദു നാദങ്ങളാണ് തന്ത്രത്തിൻ്റെ കോർ. അത് വളരെ സൂക്ഷ്മമാണ്. സമയം 6:30 എന്നാണ് പറഞ്ഞത്, 6:30 എന്നിട്ട് നിങ്ങൾ മിണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് പതുക്കെ ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ്സിൽ ഈ രീതിയിലാണോ ഉദ്ദേശിക്കുന്നത്? ഈ രീതിയിൽ മതിയോ? അതല്ല ശ്ലോകമർത്ഥം മതിയോ? അതേമാതിരിയിലാണ് 2-3 ക്ലാസ് ചിലപ്പം ആദ്യം ഒന്ന് പോവും. എന്നിട്ട് ശ്രീവിദ്യയുടെ ഏതാണ്ടൊരു അല്പാർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ട് കയറിയാൽ ഇതിൽ 32ാമത്തെ ശ്ലോകമാണ് സൗന്ദര്യലഹരി. അതിലാണ് ആചാര്യൻ ശ്രീവിദ്യാ മന്ത്രത്തെ പ്രകടമാക്കുന്നത്. അത് ആദ്യം അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കയറിപ്പോയാൽ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. ഇന്ന് അവസാനം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി. 4:30 എന്ന് കൂട്ടിയാൽ മതി. 4:30 തുടങ്ങും. 4 മണി ചിലപ്പോൾ ഓടിയെത്തുകയില്ല. കാരണം അവിടെ ഒരു ഗേറ്റ് ഉള്ളതാണ് ഇന്ന് പറ്റി. അത് 2 വണ്ടി, 1 വണ്ടിയാണെങ്കിലും എത്തിയനെ ചിലപ്പോൾ. പരമേശ്വരനല്ല, രുദ്രൻ. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ. അത് 3 പേര് ഉത്തരദായിത്വമുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കർത്താവാണ്. മറ്റേ പരമേശ്വരൻ അല്ലെങ്കിൽ മഹേശ്വരൻ എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള. അതുകൊണ്ടാണ് അത്.